പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാസ്വാദനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭാഗവത ധർമ്മം 2 ഭാഗം ആണ് പറഞ്ഞത്. അതിൽ എന്താണ് ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ പൊതുവേ ഭക്തി, എത്രയേ ഉള്ളൂ. ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ ഭക്തി, ഭഗവാനെ ഭജിക്കുക, ഭഗവത് ഭജനത്തിന് നല്ലപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, ധർമ്മ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിനാണ് ഭാഗവത ധർമ്മം എന്ന് പറയാം. അപ്പം അത് കവി എന്ന നവയോഗി പറഞ്ഞു, പ്രപഞ്ചത്തിൽ ഈ ആകാംക്ഷ, ഉത്കണ്ഠ അല്ലെങ്കിൽ ഭയം ഇതെല്ലാം പോവാൻ ഭക്തിയാണ് വേണ്ടത്. അതെങ്ങനെ ഉണ്ടാവും? ക്രമത്തിൽ പറഞ്ഞു, വാക്കുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്നതൊക്കെ ഈശ്വര കാര്യമാക്കി മാറ്റുക. ഈശ്വരൻ നമ്മൾ തന്നെ ഉണ്ട് എന്നും ആ ഈശ്വരാംശത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകുന്ന ഈശ്വര പ്രേരണയ്ക്ക് അനുസരിച്ച്. അതുകൊണ്ട് ഒരുപാട് ആകാംക്ഷപ്പെടുകയോ ഒരുപാട് കണക്കുകൾ കൂട്ടുകയോ ജീവിതത്തെ പറ്റി വേണ്ട. നമുക്ക് പദ്ധതി പ്ലാനൊക്കെ വേണം, അത് വേണ്ടെന്നല്ല, പക്ഷേ അതന്നെ നടക്കുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഒരു ഈശ്വര നിശ്ചയം എല്ലാറ്റിനും ഉണ്ട്. നമ്മളിൽ ആ ഈശ്വരാംശം ഉള്ളത് കൊണ്ട് നമുക്ക് ഈശ്വരാംശത്തെ വേണ്ട പോലെ പോഷിപ്പിച്ചാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ആയിരിക്കും ഉയരണം. അതാണ് നമ്മളും ഈശ്വരനും രണ്ടല്ല, നമ്മളിൽ തന്നെ ഉള്ള ഒന്നാണിത്. അപ്പം അതിന് എന്താണ് പ്രധാനമായിട്ട് അവിടേക്ക് എത്താൻ വേണ്ടത്? മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങളെ ഒന്ന് കുറയ്ക്കുക. മനസ്സിങ്ങനെ അതിനെയും ഇതിനെയും ചിന്തിച്ച് കൂട്ടുക. എന്നല്ല, ഓസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. അപ്പോൾ അത്തരം മനസ്സിനെ ഒതുക്കി ആവശ്യമില്ലാത്ത വേവലാതികൾ ഒഴിവാക്കുക. ഇത് സാധിക്കാനാണ് ശൃണ്ണൻ സുഭദ്രാണി രഥാംഗമാണേ ജന്മാനി കർമാണി ജയാനി ലോകെ എന്ന് പറയുന്നത്. ധാരാളം ഭഗവത് കഥകൾ കേൾക്കുക. അപ്പോൾ വെറും കഥകളൊന്നും അല്ലത്, കഥകളേയല്ല. ഒരു കഥയുടെ ഒരു സ്ട്രക്ചർ കൊടുത്തു, ഇത്രയേ ഉള്ളൂ. പുറത്തേക്ക് കണ്ട കഥയിടാൻ തോന്നുമെങ്കിലും അതൊക്കെ അങ്ങേയറ്റത്തെ ആത്മതത്വങ്ങളാണ്. അത് അങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് വിരസമാവും, കൊള്ളാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് കഥയുടെ ഒരു പരിവേഷം കൊടുത്തു എന്നല്ലാണ്ട് ഇതൊന്നും കഥകളേ അല്ല. അതാണ് ആദ്യം നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്. ഭാഗവതമാണെങ്കിൽ നമ്മൾ കേവലം കഥകളല്ല. നോവൽ പോലെ മറ്റ് കഥകളുണ്ട്. മാതൃഭൂമിയിൽ ചിത്രകഥ കുട്ടികളൊക്കെ വരുന്നുണ്ട്, കൊല കഥകൾ. അതിലും കൂടിയും കാര്യങ്ങളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷേ അങ്ങല്ലാത്ത കഥകൾ, കുറേ കഥകളൊക്കെ ഉണ്ടല്ലോ, വെറും രസിക്കാനുള്ള കഥകൾ, അങ്ങനത്തെ കഥകളല്ല എന്നർത്ഥം. ഇതിൽ ഒരുപാട് തത്വങ്ങൾ, അതിന് ഒരു ആകർഷണമോ അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാക്കണോ കഥാരൂപം കൊടുത്തു എന്നേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. കഥയല്ല സത്യത്തിൽ. അതാണ് അവിടെ സുഭദ്രാണി, ഭദ്രങ്ങളായിരിക്കും. നമുക്ക് മംഗളത്തെ ചെയ്യും ഈ കഥ കേട്ടാൽ. വെറുതെ ഇങ്ങനെ കേൾക്കുക, കുറച്ച് നേരം കളയുക, അങ്ങനെയല്ല. അപ്പം ആ കഥകൾ കേൾക്കുക. അപ്പോൾ ഉറക്കെ ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ആവേശം, നമ്മൾ ആ ഈശ്വരാംശം വരുമ്പോഴാണ് ആവേശം വരണത്. അങ്ങനെ വന്ന് ക്രമേണ നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ ഭക്തിയിലേക്ക് ഉയരുന്നത്. കാര്യമായിട്ട് അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ കുറച്ച് ഭാഗവതം കേൾക്കുമ്പോൾ എന്തുണ്ടാവും? എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കളയൊന്നുമില്ല. ഹരേരാമൻ ചൊല്ലി തുടങ്ങാം, ശിവായ ചെല്ലാം. അത് പോരാ, ഒരു സഹസ്രനാമം ചെല്ലുണ്ടവരൊക്കെ നമുക്കൊന്ന് നോക്കുക. സഹസ്രനാമം ചെല്ലാൻ പഠിച്ചു, വലിയൊരു കാര്യമായി അത്. അല്ല, ഭാഗവതം നോക്കിയിരിക്കലാവും ആദ്യം, അല്ലേ? ഇങ്ങനെ വിരൽ വെച്ച് ഒപ്പം നോക്കലേ പറ്റുള്ളൂ. ആദ്യം വായിക്കാൻ കിട്ടില്ല. ഇത് ക്രമേണ ഓരോന്ന് അധ്യായമായിട്ട് വായിച്ച് നോക്കിയാലോ. അപ്പോൾ എവിടെ എത്തി? ഇപ്പം നമ്മൾ ഭാഗവതം വായിക്കണത് ചെറിയ കാര്യമല്ല. ഒന്നിനും ഒരനുഷ്ഠാനം ഇല്ലാത്ത നമ്മൾ ഭാഗവത പാരായണം വരെ എത്തി. അത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു എന്തിപ്പി ഭാഗവതം, അങ്ങനെയല്ല കേട്ടോ. ഭാഗവത പാരായണത്തിൻ്റെ അവിടേക്ക് എത്തിയാൽ ഒരുപാട് ഉയരത്തിൽ നമ്മൾ എത്തി എന്ന് തന്നെ വിചാരിക്കണം. അതിനൊന്നും ഒരു സംശയവും വേണ്ട. അല്ലാത്തവർക്കൊന്നും ഭാഗവതത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. ജന്മാന്തരേ ഭവേത് പുണ്യം തതോ ഭാഗവതം ലഭ്യെന്ന് അത് തന്നെ പറഞ്ഞിരിക്കണു. നമ്മൾ ഭാഗവതം എടുത്തിട്ടുണ്ടോ ഉറപ്പാണ്, പൂർവ്വപുണ്യം ഉണ്ട്, വെറുതെ കിട്ടില്ല. അപ്പം നമ്മൾ ഉയർന്നു എന്നർത്ഥം. എവിടുന്നും ഇല്ലാത്ത നമ്മൾ എവിടെ എത്തി? ഭാഗവത പാരായണക്കാരനായി എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതി അല്ലാതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പം നമ്മൾ ഉയർന്നു കഴിഞ്ഞിരിക്കണു. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉയരുന്നു. അങ്ങനെ എന്താപ്പോൾ ഇതിൻ്റെ ഒക്കെ ആത്യന്തിക ഗുണം? തതപരാം ശാന്തി ഉപേതി സാക്ഷാത്.
നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതും നമ്മൾ തേടുന്നതും എന്നാൽ കിട്ടാത്തതും ആയ മനഃശാന്തി കിട്ടും. അപ്പോൾ ഭാഗവതധർമ്മം അനുഷ്ഠിച്ച ലക്ഷ്യം ഏതാണ്? മനഃശാന്തി ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഒന്ന് പിന്നാക്കം പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് ഹരി എന്ന നവയോഗിയാണ്, കവിയാണത് 9 ആൾ പറയുന്നുണ്ട്. ഹരി പറഞ്ഞത് എന്താ? ഹരി പറഞ്ഞത് ഈ ഭാഗവതധർമ്മം എത്ര തരത്തിലുണ്ട്, അതിന് വല്ല തരംതിരിവുകൾ ഉണ്ടോ? നല്ലത്, അതിലും നല്ലത്, അതിലും നല്ലത്. അങ്ങനെയാണല്ലോ ഈ വിശേഷണങ്ങൾ പറയാം അല്ലേ, കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ. അതുണ്ട്. സർവഭൂതേഷിയ പശ്ചേത് ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവന്നാത്മന്യേഷ ഭാഗവതോത്തമ. 4 തരം ഭക്തന്മാരെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. കപിലോപദേശത്തിലും പറയേണ്ട 3 തരത്തിൽ, അവിടെ 3 പറഞ്ഞുള്ളൂ എന്ന് തോന്നുന്നു. ഒന്ന് സാത്വികം, ഒന്ന് രാജസം, ഒന്ന് താമസം. ഈ ലോകകാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ധനം വേണം, മക്കൾ വേണം, സന്താനം അല്ലെങ്കിൽ വീടോ, അത് രാജസം 2ാം തരമാണ്, 1ാം തരത്തിൽ പെടുത്തില്ല എന്നാണ് കപിലോപദേശത്തിൽ പറഞ്ഞത്. 1ാം തരം ഒന്നും ആഗ്രഹിക്കാതെ ഭഗവത് ഭജനത്തിൻ്റെ ആ ഒരു മാഹാത്മ്യവും രസവും രസഗ്രഹോയഥ ഒരു തിരി പറയണം. ആ രസം മനസ്സിലാക്കി അതിന് വേണ്ടി മാത്രം ഭജിക്കും, മറ്റതൊക്കെ നിസ്സാരം എന്ന് കണ്ട് ഒന്നും പ്രപഞ്ചകാര്യങ്ങൾ ആഗ്രഹിക്കാതെ പ്രപഞ്ചത്തിലത്തെ കാര്യങ്ങൾ വിട്ട ഈശ്വര രസഗ്രഹമായിട്ട് ആ രസത്തെ അങ്ങനെ ആസ്വദിച്ച് വണ്ട് തേന് കുടിക്കണ പോലെ അങ്ങനെ ഇരിക്കാറായ സാത്വികമാണ്. അത് വേറെ രക്ഷയില്ല അയാൾക്ക്, അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയിരിക്കണു. ഭക്തി ഒരു പഞ്ചമ പുരുഷാർത്ഥമാണ്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും വേണ്ട, അതൊക്കെ കളഞ്ഞിട്ട് എന്താക്കി 5ാമത്തെ ഒരു സംഗതി ഭക്തി. പിന്നെ ബാക്കി 4 പ്രസക്തി ഇല്ല. അതാണ് സാത്വികം. അപ്പോൾ താമസം മറ്റൊരാൾക്ക് ഉപദ്രവമാവുക. നമ്മുടെ ഭക്തി ആസുരഭക്തി ഉണ്ടാവും ചിലർക്ക്. അത് നോക്കാതെ മറ്റൊരാളുടെ ശല്യം നോക്കാണ്ടിരിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ രാത്രി സ്പീക്കർ വെച്ചിട്ട് ഭജിക്കണതൊക്കെ അതിൽ പെടും. ഇപ്പം അഖണ്ഡഭജനിയുണ്ട് പലർക്ക്, അഖണ്ഡഭജന ഇല്ലേ. രാത്രി 12 മണിക്ക് കിടന്നുറങ്ങണവരുണ്ട്, അവർക്ക് നാളെ എണീക്കണം, അവർക്ക് ശല്യം അവരിതൊന്ന് ചിന്തിക്കണ്ടേ? ഭക്തനത് ചിന്തിക്കണം. ലൗഡ് സ്പീക്കർ കൂടാതെ ഭജിച്ചുകൂടെ? ഇത് കൂടെയാണോ ദൈവം കേൾക്കണം? അത് മനസ്സിലാക്കുക. രാത്രി 10 മണി കഴിഞ്ഞാൽ ശബ്ദം പാടില്ല എന്നിവിടെ നിയമം അതൊക്കെയുണ്ട്. നിയമം അനുസരിക്കാത്ത ഭക്തൻ എന്ത് ഭക്തനാണ്? അതുകൊണ്ട് രാത്രി 24 മണിക്കൂർ അഖണ്ഡഭജന ആവശ്യമില്ല. അത് മനസ്സിലാക്കുക. നമ്മളെ പ്രകാരം രാത്രി ഒന്നുമില്ല. രാത്രി താമസം, ഉറങ്ങുകയാണ്. വൈകുന്നേരം വരെ നമുക്കുള്ളൂ. സൂര്യാസ്തമയത്തോടു കൂടി കഴിയുന്ന പദ്ധതികളാണ് സാത്വികം. അതിലപ്പുറത്തായ അത് താമസമാണ്. നാട്ടുകാരെ മുഴുവൻ ഉപദ്രവിക്കുക, ലൗഡ് സ്പീക്കർ വയ്ക്കുക, ഭജന ചെല്ലുക, രാത്രി അഖണ്ഡഭജന ഇല്ലേ. ഇപ്പം അഖണ്ഡഭജന എന്നും പ്രസ്ഥാനമുണ്ട്. മണ്ഡലകാലമായ രാത്രിയാണ് ചെല്ലണത്. തെറ്റാണത്, വളരെ തെറ്റാണ്. ഞങ്ങൾ പല ആളുകൾ പറഞ്ഞ് പല സ്ഥലത്തും ഇപ്പോൾ അസ്തമയത്തോടു കൂടി കഴിഞ്ഞ വിധത്താക്കി. 12 മണിക്കൂർ അഖണ്ഡമുണ്ടേ. അഖണ്ഡം എന്ന് പറയുന്നത് 24 മണിക്കൂർ എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? അതിനില്ല. 12 മണിക്കൂർ അഖണ്ഡം മുടങ്ങാണ്ട് 3 മണിക്കൂർ അഖണ്ഡമായിക്കൂടെ? അതിലിടയിൽ ഖണ്ഡം വരരുതെന്ന് അതിൻ്റെ അർത്ഥം. 24 മണിക്കൂറെന്ന് അതിന് വിവക്ഷയില്ല. അഖണ്ഡം മീൻസ് നമ്മൾ നിശ്ചയിച്ച സമയത്തിൽ ഇടയിൽ മുറിവ് വരരുത്. 4 മണിക്കൂർ അഖണ്ഡാവാം, 5 മണിക്കൂർ അഖണ്ഡാവാം, 12 മണിക്കൂർ അഖണ്ഡാവാം, അത് മതി. അപ്പം അത് താമസ ഭക്തിയാണത്. യഥാർത്ഥ തത്വം അറിയാതെയാണ് ലൗഡ് സ്പീക്കർ വെച്ച് രാത്രി അയ്യപ്പനെ ഭജിച്ചാലും അത് ശരിയല്ല. ഇത് താമസ ഭക്തി, മറ്റൊരാളുടെ ശല്യത്തെ ചിന്തിക്കാത്ത ഭക്തി. വേണമെങ്കിൽ ഭജിച്ചോളൂ, ലൗഡ് സ്പീക്കർ ഒഴിവാക്കുക. ഞാൻ അത്രയും പറയൂ. അതൊന്നും വിധിയുള്ളതല്ല, എവിടുന്നോ കയറി വന്നതാണ് നമ്മുടെ പദ്ധതിയിലേക്ക്. അപ്പോൾ അത് താമസമാണ്. ഇങ്ങനെ ഭക്തി പലതരത്തിലുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈശ്വരേ തദ് അധീനേഷു ബാലിശേഷു ദിശൽസു ച പ്രേമമൈത്രി കൃപോപേക്ഷ എക്കരോതി സ മധ്യമാ. നമ്മൾ ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ മറ്റൊരാളെ ഒരിക്കലും കുറ്റം പറയുകയോ അസ്വസ്ഥരാക്കുകയോ ചെയ്യരുത്. ഈശ്വരന്മാരിൽ പ്രേമം. മധ്യമന്മാരാകുമ്പോൾ എപ്പോഴും എങ്ങനെയാവും? ഭേദബുദ്ധി ഉള്ളവരാണെന്നാണ്. ഭേദബുദ്ധി ഇല്ലാത്തവർ ഉത്തമന്മാർ. ഭൂതാനി ഭഗവത്യാത്മനി ഏഷ ഭാഗവത ഉത്തമന്മാർ ഭേദബുദ്ധി ഇല്ലാത്തവർ. സർവഭൂതേഷു പശ്യേത്, എല്ലാ ഭൂതങ്ങളിലും സമബുദ്ധി ഉള്ളവരാണ് അവർ.
നല്ലത് ചീത്ത, കേമന്മാരല്ലാത്തവരെ, വിദ്വാൻമാർ, പാമരന്മാരെ എന്ന വിരുദ്ധിയില്ലാത്ത ഭക്തന്മാർ ഉത്തമ. ഈശ്വരേ തദധീനേഷു ബാലിചേഷു ദിശസ്സു ച. ഈ 4 എണ്ണം ഇവിടെ പറഞ്ഞു. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദിശസ്സു ച. ആരൊക്കെ ഇവർ? ഈശ്വരൻ നമുക്കറിയാം, പിന്നെ ഭക്തന്മാർ, ബാലിശേഷു ശരിക്കും വിവരമില്ലാത്തവരാണ് ബാലിശന്മാർ, അറിവ് ശരിക്കില്ലാത്തവർ. ദിഷത്സു എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വര വിദ്വേഷികൾ, നാസ്തികർ. ഇവരിൽ തുല്യബുദ്ധി അത്ര ഉത്തമ ഭക്തന്മാർക്കുണ്ടാവുക. ദേഷികളായിക്കോട്ടെ നിഷേധികളായിക്കോട്ടെ, നമ്മളെന്തിനാ പറയാൻ പോണം? ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ലോകം മുഴുവൻ നേരെയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അല്ലെങ്കിൽ അധികാരം കിട്ടിയാലും കൂടി കഴിയില്ല. പിന്നെ അധികാരം ഇല്ലാത്തവർ പറയാനുണ്ടോ? ലോകത്തിൻ്റെ വഴിക്ക് പോവും. ഇത് മനസ്സിലാക്കി ബാലിശന്മാർ, അറിവില്ലാത്തൊരു ദിഷസുച, ആരിലും ഭേദ ഭക്തന്മാരെ കണ്ടാലോ ഓ അപ്പോഴും അങ്ങനെ, അതാണ് ഉത്തമ ഭക്തന്മാർ. ഇവരിൽ വ്യത്യസ്ത ബുദ്ധി പുലർത്തുന്നവർ മധ്യമന്മാർ. അതാരാ? ഈശ്വരേ പ്രേമം. ആ ഈശ്വര തദീനേഷു ബാലിശേഷു ദിശസുച. ബാക്കി അതിൻ്റെ താഴെ പറഞ്ഞ 4 എണ്ണം ഓരോന്നിനോട് ചേർക്കണം. ഈശ്വരനിൽ പ്രേമം, ഈശ്വരന് പ്രേമം ഉണ്ടാവുക. അധീനേഷു മൈത്രി, ഭക്തന്മാരോട് മൈത്രി ഭാവം. ഇതിൽ ഭക്തനാണ്, കൂട്ടുകൂടാം, അല്ലാത്തവരോട് പറ്റില്ല, അത് പഴയ ബുദ്ധിൻ്റെ അവിടെ, അതാണ് മൈത്രി. ബാലിശേഷു കൃപ, അറിവില്ലാത്തവരോട് കൃപ. അറിയില്ല ഏട്ടാ പാവം, അതിന് പറഞ്ഞു കൊടുക്കൂ. എന്നാലും അവിടെ ചെറുതായിട്ടൊരു അഹങ്കാരമാണ്, നമ്മൾ അറിവുള്ളവരെന്ന് വരുന്നില്ലേ. അവനറിവില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കറിവുണ്ട്, ഉത്തമല്ലാതെ, പക്ഷെ അവർക്ക് കൃപ. ഇനിയോ വിദ്വേഷികളോട് ഉപേക്ഷ. വിദ്വേഷം ഭരിച്ച് ഭഗവത് ഭക്തി ഇല്ലാത്ത നാസ്തികരെ ഒരിക്കലും സംഘം വെക്കാണ്ടിരിക്കുക. അവർ ചിന്തിക്കേണ്ട, മനസ്സിൽ അവർ വിമർശിക്കാനും നിൽക്കേണ്ട. അവർ നേരെ പോകാൻ പോകണില്ല. അവരെ നേരെയൊക്കെ നോക്കിയാൽ നമ്മൾ കേടുവരും, അതുണ്ടാവുക. അപ്പം നല്ലതെന്താ? അവർ നേരെയൊക്കെ നോക്കാതെ ഉപേക്ഷാഭാവം ഉണ്ടാവുക. ഈശ്വരനിൽ പ്രേമം, തദധീനേഷു ഭക്തന്മാരിൽ മൈത്രി, അറിവില്ലാത്തവരിൽ കൃപ, ഒട്ടും നേരെയാവാത്തവരിൽ ഉപേക്ഷ. അവരുടെ പിന്നാലെ പോകണ്ടെന്നർത്ഥം. അവരെ പറയുകയോ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇങ്ങനെയുള്ളവരാണ് മധ്യമന്മാർ. ഭേദബുദ്ധിയുണ്ട് ഓരോരുത്തരോട് ഉള്ള സമീപനത്തിൽ, ഭേദബുദ്ധി വന്നാൽ മധ്യമന്മാർ. അതാണ് താമസന്മാരും അധമന്മാരും. അർച്ചനായാമേവ ഹരയെ പൂജാം യശദേഹത. ഇത് അവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കാണ്ട് കേട്ടോ. അർച്ചായാം ഏവ ഹരയെ, ഈ വിഗ്രഹത്തിൽ പൂജിച്ച് മണിയടിയും കർപ്പൂരവും നേദ്യവും മാത്രം ആണ് ഭക്തി എന്ന് വിചാരിച്ചാൽ സഭക്ത പ്രാകൃത സ്മൃത. കുഴപ്പമില്ല, പക്ഷെ നാളെ നേരെയുന്നേ ഉള്ളൂ. ഇന്നൊട്ടും അവൻ ഉയരത്തിലല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ സപ്താഹത്തിലടക്കം ഈ മണിയടി പൂജ, അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവാൻ വേണം. എന്നല്ലാണ്ട് ഒരുപാട് കാർമ്മികമായിട്ട് കൊണ്ടുപോയാൽ ഭക്തിയുടെ മാറ്റ് കുറയും. സംശയമൊന്നുമില്ല, വേണം. വിളക്ക പൂജയൊക്കെ അവിടെ വേണം. 3 നേരം പൂജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നടത്തുക, ചെറുതായിട്ട് നടത്തുക, ഇത്രയും പാടും. ബാക്കി മുഴുവൻ ശ്രദ്ധ എവിടേക്ക് കൊണ്ടുപോകണം? ഈ പറയുന്നതിലും കേൾക്കുന്നതിലും ചിന്തിക്കുന്നതിലും ആവണം. അതിന് വിരോധമാകുന്ന അലങ്കാരങ്ങൾ വേണ്ട. 25 വിളക്ക് സ്റ്റേജിൽ വേണ്ട, ആവശ്യമില്ല. ഉണ്ടോ? ആൾക്കാർ പറയുന്നത് ചെയ്യും, ഉള്ള വിളക്കൊക്കെ അടുത്ത് വെച്ചോളൂ. തെറ്റ് അത് തെറ്റാണ്. 2 3 നന്നായിട്ട് വിളക്ക് 5 തിരിയിട്ട് കത്തിക്കുക. 5 വരെ ആവട്ടെ. അതിലധികം വിളക്കുകൾക്ക് പ്രാധാന്യം കൊടുത്താൽ അത് നേരേക്കലിലാവും ശ്രദ്ധ. എണ്ണൊഴിക്കലും കത്തിക്കലും തിരി തട്ടലും മഷി തട്ടലും വീണ്ടും എണ്ണൊഴിക്കുക, ആൾക്കാർ അങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഈ അർച്ചായാമേവഹരേ, ബാഹ്യകാര്യങ്ങളിൽ, പൂജാതി കാര്യങ്ങളിലും വിഗ്രഹത്തിലും ഒരുപാട് അലങ്കാരങ്ങൾ, ഒരുപാട് മാലകൾ. പരീക്ഷത്തിൻ്റെ സപ്താഹത്തിൽ എത്ര വിഗ്രഹം ഉണ്ടായിരുന്നു? ചുവാഷി പറഞ്ഞു കൊടുത്ത ഭാഗവത് ആണല്ലോ ഒറിജിനൽ. ഒന്നും ഉണ്ടായതായിട്ട് എവിടെയും പറയണില്ല. ഉണ്ടോ? എന്തായാലും അത് അങ്ങനത്തെ ഒരു കാര്യമാവില്ല. അപ്പോൾ ഇവിടെ ആഘോഷങ്ങൾക്കല്ല പ്രസക്തി. അത് താമസത്തിലാണ് അവിടെ പറയണത്. പ്രാകൃത
ഒന്ന് ഉയരാൻ നോക്കുക. അധികം അങ്ങനത്തെ ഘോഷം കൂട്ടണ്ട. അതല്ല ഭാഗവത സപ്താഹം. തെറ്റ്. ഒരുപാട് വിളക്കുകൾ, ഒരുപാട് അലങ്കാരങ്ങൾ. അയ്യേ, ഇവിടെ 3 നിറവറയുള്ളൂ, ഇത് എന്ത് സപ്താഹമാണ്? കഴിഞ്ഞ സപ്താഹത്തിന് 20 നിറവറ ഉണ്ടായിരുന്നു. നിറവറയുടെ എണ്ണം നോക്കിയിട്ടാണ് സപ്താഹത്തിൻ്റെ കേമത്തെ നിശ്ചയിക്കുക. ആലോചിച്ച് നോക്കൂ. ചില പറയും സദ്യയൊക്കെ മഹാമോശം, എന്ത് വായന. സദ്യയുടെ മാറ്റി നോക്കിയിട്ടാണ് വായനയുടെ കേമത്തെ നിശ്ചയിക്കുക. തമാശ പറയണതിൻ്റെ ആധിക്യം നോക്കിയിട്ടാണ് വായനയുടെ കേമത്തെ നിശ്ചയിക്കുക. പറയണ കാര്യം ശരിയാണോ നോക്കിയിട്ടല്ല. ഇതൊക്കെ താമസമാണ്. അവർ ആ യഥാർത്ഥത്തിലേക്ക് എത്തണില്ല എന്നർത്ഥം. അത് താമസം. വരുത്. ക്രമേണ ഉയർന്ന് ഭേദബുദ്ധിയില്ലാതെ ഈശ്വര കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുക. ആഘോഷങ്ങളും ബാഹ്യങ്ങളും അലങ്കാരങ്ങളും കുറയ്ക്കുക. അത് സാത്വികമാവും. അതിന് ക്രമേണ നിർഗുണമാവും എന്ന് പറയണം. ദേഹമാണെങ്കിലും ഇന്ദ്രിയങ്ങളാണെങ്കിലും മനസ്സാണെങ്കിലും ഇതിൽ നിന്നൊക്കെ വിട്ട് ആ ഈശ്വരഭാവത്തിൽ വർത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ച് വാസുദേവേക നിലയ സവൈ ഭാഗവതോത്തമ, ഭഗവാൻ തന്നെ സർവം എന്ന് കരുതി സദാ ഈശ്വര ചിന്ത, ഭഗവത് കഥകളിൽ അങ്ങനെ ലയിച്ച് അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് നടക്കുന്നവർ ഉത്തമമായ ഭക്തന്മാർ എന്ന് ഹരി പറഞ്ഞു. ബാഹ്യങ്ങളും ആഘോഷങ്ങളും കുറയ്ക്കുക. അനുഷ്ഠാനമാവാം, അത് തെറ്റില്ല. പക്ഷെ ആഘോഷം, ആചാരം, അങ്ങനെ 3 തരത്തിൽ തിരിക്കും. ആചാരം, ആഘോഷം, അനുഷ്ഠാനം. ഇതിൽ യഥാർത്ഥ ഭക്തൻ അനുഷ്ഠാനത്തിനാണ് പ്രാധാന്യം കൊടുക്കണം. ആചാരം വേണമെങ്കിൽ ആവാം, വേണ്ടെങ്കിൽ വേണ്ട, അതാണ് ആചാരം. ആഘോഷത്തിന് ഒരു പ്രാധാന്യമില്ല, വെറുത്തേണത്. വെറും ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ആന, പടക്കം ഒക്കെ ആഘോഷമാണ്. അതാണ് ഇല്ലാണ്ടായ അമ്പലങ്ങൾ ഇടിഞ്ഞു വീഴുന്ന വിശ്വസിക്കുന്നുണ്ടോ ആരെങ്കിലും? ഞങ്ങൾ കുറേ കൂട്ടർ വിശ്വസിക്കണില്ല. ഇതൊക്കെ അതേപോലെ നടക്കും, ഒരു സംശയം വേണ്ട. ഗുരുവായൂർ വെടിക്കെട്ടുണ്ടോ? തിരുപ്പതി വെടിക്കെട്ടുണ്ടോ? അവിടെ തിരക്കില്ലേ? ഇതൊക്കെ ആൾ കൂടാനാണ് എന്ന് പറയണവരുണ്ട്. എന്താ ആൾ കൂടണം? തിരുപ്പതി ആരും ഇല്ലല്ലോ വെടിക്കെട്ടില്ല എന്നിട്ട്. അവിടെ വെടിക്കെട്ടുണ്ടോ? ദിവസങ്ങൾ ക്യൂ നിൽക്കണം നമുക്ക് തൊഴുകണമെങ്കിൽ. അപ്പോൾ ആൾ കൂടാൻ ആണെന്ന വാദം പൊളിവ്, തെറ്റ്. ആളൊന്നും കൂടാൻ ഇതാവശ്യമില്ല. അവിടെ ഉണ്ടാവേണ്ടതുണ്ടായ ആളവിടെ കൂടും. ഇത് പൊട്ടിച്ചിട്ട് അപ്പോൾ ആൾ കൂടണം. അപ്പോൾ അത് താമസാരാധനയാണ്. ആണ് പറഞ്ഞു വരുന്നത്, താമസാരാധനയാണ്. ഇത്തരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആരാധനയല്ല നമുക്ക് വേണ്ടത്. ഭാഗവതമാകുമ്പോൾ കുറച്ച് ഉയരന്നെ വേണം. രുക്മിണി സ്വയംവരത്തിന് പടക്കം പൊട്ടിക്കണവരാണ് നമ്മൾ. ആലോചിച്ച് നോക്കൂ. പറയാതെ യാതൊരു നിവൃത്തിയില്ല. ഇതെവിടെ പറഞ്ഞിട്ടുണ്ട് രുക്മിണി സ്വയംവരത്തിന് പടക്കം പൊട്ടിക്കാൻ? തെറ്റ്. നിർത്തണതൊക്കെ. നിർത്തുന്ന വിചാരമില്ല, നിർത്തില്ല എന്നറിയാം. എന്നെ ചിലർ വിളിക്കൂല, അതൊക്കെ അറിയാം, വായിക്കാം. എന്നാലും വേണ്ടില്ല, സത്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതൊന്നും രുക്മിണി സ്വയംവരത്തിൽ പറഞ്ഞതല്ല. രുക്മിണി സ്വയംവരം കേട്ടാൽ വിവാഹം കഴിയും എന്നുള്ളത് 100% ശരി, 100% ശരി. പക്ഷെ അത് ഇരുന്ന് കേൾക്കണം. അങ്ങനെ നമ്മുടെ ജീവിതകാര്യങ്ങൾ നേടുന്നതിൽ തെറ്റൊന്നുമില്ല. മുക്തിപ്രദായിനി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റല്ല. അത് എവിടെ ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ആവാം. പക്ഷെ ഒന്നുണ്ട്, ഇരുന്ന് കേൾക്കണം എന്നാ പറഞ്ഞിരിക്കണം. പടക്കം പൊട്ടിച്ച് റോട്ടിൽ കൂടെ നടക്കാൻ പറഞ്ഞിട്ടില്ല. രുക്മിണി സ്വയംവരത്തിന് ഇവിടെ പാരായണം നടക്കുക, ആൾക്കാർ റോട്ടിൽ കൂടെ പോവുക. തെറ്റല്ലേ? ആലോചിച്ച് നോക്കൂ. അവരോട് ചെയ്യണ ഏറ്റവും വലിയ തെറ്റാണത്. അനങ്ങരുത്, നിങ്ങളവിടെ ഇരിക്കണം എന്നാണ് പറയേണ്ടത്. റെസ്റ്റ് വേണം, ഇടയ്ക്ക് 5 മിനിറ്റ് നീട്ട് പോക്കോട്ടെ, വീണ്ടും വന്നിരിക്കുക. അല്ലാണ്ട് ഈ റോട്ടിൽ കൂടെ കിലോമീറ്റർ കണക്കിന് നടന്നിട്ടാണോ ഭാഗവതത്തെ രുക്മിണി സ്വയംവരം നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ നാഗം നടത്തിയിട്ട് ഒരു കാര്യമില്ല എന്നേ ഞാൻ പറയൂ. ഞാനല്ല കേട്ടോ, ഞങ്ങൾ കുറേ പേര്. ഞാനൊന്നും എൻ്റേതായിട്ട് പറയാറില്ല, എനിക്കായിട്ടൊരാശയമില്ല. ഒരു ഗ്രൂപ്പാണത്. അത് തെറ്റാണത്. അവിടെ ഇരുന്നിട്ടത് കേൾക്കണം. കുട്ടിക്കാലത്ത് രുക്മിണി സ്വയംവരത്തിന് രുക്മിണി അടക്കമുണ്ടായിരുന്നില്ല. എഴുന്നള്ളിക്കുക, പടക്കം പൊട്ടിക്കുക, താലം എടുക്കുക. അവിടെ ഇരുന്നിട്ട് സ്വയംവരം സന്ദേശം ഭംഗിയായിട്ട് പറഞ്ഞിരുന്ന ആചാര്യന്മാരുണ്ടായിരുന്നു. അത് കേട്ടോളൂ. വിവാഹം കഴിയുന്ന പറയും, വിവാഹം കഴിയുകയും ചെയ്യും. ഇത് റോട്ടിൽ കൂടെ നടന്നിട്ട് താമസഭക്തൻ അത് മാറ്റൂ, ഉയരൂ. 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് അവിടേക്ക് ഉയരണം. ത്രിഭുവന വിഭവഹേദവേപ്യകുണ്ട മൃതിരചിത ആത്മസുര ആദിബിർ വിമൃഗ്യ നചലതി ഭഗവത് പദാരവിന്ദാൽ ലവനിമിഷാർത്ഥമഭി അസ്ത വൈഷ്ണവഗ്ര.
3 ലോകത്തിലത്തെ സമ്പത്ത് അങ്ങോട്ട് കൂട്ടിയിട്ടാലും പുല്ലുപോലെ വിചാരിക്കാനായാൽ അവൻ ഭാഗവതോത്തമനാണ്. വൈഷ്ണവാഗ്ര്യ ടെസ്റ്റാണ്. എങ്ങനെയാണ് അത് കാണാൻ പറ്റുക? പ്രപഞ്ചത്തിലത്തെ സമ്പത്ത് മുഴുവൻ ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന ആ തേജസ് നോക്കുമ്പോൾ സൂര്യൻ്റെ മുമ്പിൽ മിന്നാമിനുങ്ങ് പോലെയാണ് എന്ന് ഏതൊരാൾക്ക് പറയാൻ കഴിയുന്നുവോ, ഏതൊരാൾക്ക് അനുഭവം ഉണ്ടാവുന്നുണ്ടോ, പറയൽ മാത്രമല്ല, അവൻ ഉത്തമനായിട്ടുള്ള ഭക്തനാണ്. ഭാഗവതം പറഞ്ഞ ഭക്തനാണ്. ഭാഗവതം പ്രകീർത്തിക്കുന്ന, ഭാഗവതം ചൂണ്ടിക്കാട്ടുന്ന, ഭാഗവതം ഏത് രീതിയിലാവണമെന്ന് വിവരിക്കുന്ന ഭക്തനാകുന്നു. ഭഗവത ഒരു വിക്രമാംഗ്രിശാഖാനകമണി ചന്ദ്രികയാ നിരത്തതാപേ ഇത് കഥമുപസീദതാം പുനസ്തപ്രഭവതി ചന്ദ്രയുവോദിതർക്കഥാപ. നമ്മുടെ മനസ്സിലൊക്കെ ശരിക്കും പറയാച്ച അന്ധകാരാത്രേ. ഇട്ട് നമ്മൾ കാണണമെന്നില്ല വെച്ചാൽ അന്ധകാരം നിറഞ്ഞതുകൊണ്ടാണ് ഈശ്വരനെ കാണാത്തത്. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരും കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്താ കാണാത്തത്? കണ്ടിട്ടുണ്ട് എന്ന് ഒരുപാട് ആൾ പറയുന്നു. നമ്മുടെ മനസ്സിൽ ഇരുട്ടുണ്ടാവുകൊണ്ട്, ഉള്ളവർക്ക് കാണാതെ എന്തുകൊണ്ട് ഇരുട്ടുകൊണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ കാണുമല്ലോ. കണ്ണിന് കാഴ്ചക്കുറവ് വേണം. 2 കാര്യം കൊണ്ടാണ് ഒരു വസ്തു കാണാതിരിക്കുക. നമുക്ക് കാഴ്ചയുണ്ട്, വസ്തു അടിയുണ്ട് വെച്ചാൽ എന്താ കാണാത്ത വെച്ചാൽ ഇരുട്ടുകൊണ്ടാണ്. ആ അന്ധകാരത്തെ ഇല്ലാണ്ടാക്കണം. അതെങ്ങനെ ഇല്ലാണ്ടേക്കാം? ഇവിടെ പറയുകയാണ് നഖമണി ചന്ദ്രികയാ. അതിനൊരൊറ്റ വെളിച്ചത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ലൈറ്റും തീ കൊണ്ട് കത്തിച്ച വിളക്കും ടോർച്ചും ഒന്നും പറ്റില്ല. ആ അന്ധകാരം പോവാം. മനസ്സിൻ്റെ അന്ധകാരം പോകണമെന്ന് വെച്ചാൽ ഒരൊറ്റ വെളിച്ചത്തിനെ പറ്റൂ. നഖമണി ചന്ദ്രികയോ, ഭഗവാന്റെ കാലിലത്തെ നഖത്തിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്, അത് ഉള്ളിലിങ്ങനെ നിറയ്ക്കാൻ നോക്കുക, ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഹൃദയത്തിൻ്റെ അന്ധകാരം ക്രമേണ പോവും. സ്ഥിരമായിട്ടുള്ള പരിശ്രമ സാധന കൊണ്ട് നമുക്ക് ഈശ്വരനെ മനസ്സിൽ കാണാൻ കഴിയും. ഉൾക്കണ്ണുകൊണ്ടാണ് കാണുന്നത്, ഈ കണ്ണുകൊണ്ടല്ല. അപ്പോൾ എന്തായി? ഹൃദയത്തിൻ്റെ അന്ധകാരം പോയി. നിശ്ചിതമായിട്ടുള്ള സാധനകൾ കൃത്യമായി വളരെ കാലം അനുഷ്ഠിക്കണം. നാമം ജപിക്കുക, ഭഗവാനെ ധ്യാനിക്കുക, അതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യണം. എന്നാൽ എന്തുണ്ടാവും? നഖത്തിൽ നിന്ന്, ആ ധ്യാനത്തിൽ നിന്ന് നഖത്തിൻ്റെ ചന്ദ്രിക കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്ധകാരം പോവും. അവൻ യഥാർത്ഥ ഭക്തനായി മാറുന്നു. പടക്കം പൊട്ടിക്കലിലല്ല, റോട്ടിൽ കൂടെ ചെണ്ട കൊട്ടലിലല്ല, രുക്മിണി എഴുന്നള്ളിക്കലിലല്ല. ഈശ്വരശക്തി നിലകൊള്ളുന്നത് മനസ്സിൽ ധ്യാനം കൊണ്ടാണ്. ഇവിടേക്ക് എത്തിയേ പറ്റൂ, അല്ലാത്തൊരൊന്നും ഉയരില്ല. ഇവിടെ പറയണം, വിധിജതിഹിതയന്നയറ്റതട്ട അരിരവശാഭിഹതോ പ്യഭൗഖനാശ പ്രണയരശനയാ കൃതാംഗ്രിപത്മ സ ഭവതി ഭാഗവത പ്രധാനമുക്ത. വിധിജതിഹിതയന്നയറ്റതട്ട അരിരവശാഭിഗതോ പ്യഖൗഖനാശ പ്രണയരശനയാ. നമ്മുടെ മനസ്സിനെ ഭഗവത് പാദത്തോട് കൂടിയിട്ട് കെട്ടാൻ പറയുകയാണ്. കെട്ടിയിട്ടാൽ തന്നെ നിൽക്കുള്ളൂ. ഈ തോണിയൊക്കെ നങ്കൂരിടുമ്പോൾ ഒരു കുറ്റിയടിച്ചിട്ട് അതിൽ കെട്ടും, മരത്തിൻ്റെ മുകളിലോ കുറ്റിയുടെ മുകളിലോ, ലക്ഷാതാദീന്തിയും പോവില്ലേ, അതുപോലെ എത്രയും നമ്മുടെ മനസ്സ്. അപ്പോൾ അവിടെ ഭഗവാന്റെ പാദത്തോട് കൂടിയിട്ട് കെട്ടാൻ എന്താ? കയറെടുത്ത് കെട്ടാൻ പറ്റുമോ? പറ്റില്ല. ഭക്തിയാകുന്ന കയറ്, പ്രണയരശനയാ. ശിവാനന്ദലയിൽ ശങ്കരാചാര്യർ പറഞ്ഞു, ഭഗവാനെ അങ്ങ് ഭിക്ഷെടുക്കാൻ പോവാന്നൊരു കഥ കേട്ടില്ലേ? ഒരു കുരങ്ങൻ കുട്ടിയെ അങ്ങേക്ക് വേണച്ചാൽ ഞാൻ തരാം. ഭിക്ഷെടുക്കാൻ പോകുമ്പോൾ അതിനെ കൊണ്ടുപോകാൻ തത്തക്കുട്ടി, കുരങ്ങൻ, ഇതിനെയൊക്കെ കൊണ്ടുപോയാൽ പൈസ അധികം കിട്ടും അല്ലേ? ₹1 കിട്ടുന്നിടത്തൊരു ₹5 കൊടുക്കുക. അതിനെയും കൊണ്ട് വന്നതല്ലേ. അപ്പം അങ്ങേക്ക് ഭിക്ഷെടുക്കാൻ പോകുമ്പോഴുള്ള കുരങ്ങൻകുട്ടി ഏതാ അറിയോ? എൻ്റെ മനസ്സ്. ശങ്കരാചാര്യർ ശിവാനന്ദ പ്രണയ ദിഡംബദ്വാ പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. അപ്പോൾ ആ കുരങ്ങൻകുട്ടിയെ കെട്ടാൻ കയറ് വേണ്ടേ? നല്ലൊരു കയറുണ്ട്, ഭക്തിയാകുന്ന കയറുകൊണ്ട് എൻ്റെ മനസ്സിനെ ആണ് കെട്ടിക്കോളൂ. അപ്പോൾ എന്താവും? അങ്ങേക്ക് ഭിക്ഷ കുറച്ചധികം കിട്ടും ചെയ്യും, എനിക്ക് നല്ല സമാധാനം ഉണ്ടാവും. പ്രണയരശനയാ. ആ പ്രണയമാകുന്ന കയറ് കൊണ്ടാണ് ദൃഢംബത്വ കെട്ടിക്കൊണ്ട് അങ്ങ് വലിച്ചു കൊണ്ടുപോവുകയാണ് വെച്ചാൽ എൻ്റെ മനസ്സ് പിന്നെ എപ്പോഴേക്കും പോവില്ല. അങ്ങേ കാണിച്ചാൽ ഭിക്ഷ കുറച്ചധികം കിട്ടി, നമുക്ക് 2 കൂട്ടർക്കും ഗുണമുള്ളൊരു കരാറിൽ ഏർപ്പെട്ടാലോ? ജോക്കിയാണ്. അപ്പോൾ ആ പ്രണയരശന കൊണ്ട് നമ്മുടെ മനസ്സിനെ ഭഗവത് പാദപത്മത്തോട് കൂടിയിട്ട് അങ്ങോട്ട് കെട്ടിയാൽ എന്ത് കാറ്റ് വന്നാലും, എന്ത് പ്രകമ്പനം ഉണ്ടായാലും, എന്ത് പ്രലോഭനം ഉണ്ടായാലും നമ്മുടെ മനസ്സ് അത് നിളകില്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള ഭാഗവത പ്രധാനമുക്ത യഥാർത്ഥ ഭാഗവത ധർമ്മം. ഉത്തമമായിട്ടുള്ള അവസ്ഥ ഇതാണ് എന്ന് ഹരി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അടുത്ത ചോദ്യമാണ് എന്ത്? ഈശ്വരഭക്തിയിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് മായയാണെങ്കിൽ,
മായയാണല്ലോ അകറ്റണത്. ആ മായ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.